സോനം വാങ്ചുങ് എന്ന പേര് നിങ്ങൾ ഇപ്പോൾ അടുത്തിടെ കേട്ടുകൊണ്ടിരിക്കുന്ന പേരാണ്, ഒരുപാട് കേട്ടിട്ടുണ്ടാകും. പക്ഷേ ആരാണ് അദ്ദേഹം? എന്തിനാണ് അദ്ദേഹം നിരാഹാര സമരം നടത്തുന്നത്? കേന്ദ്ര സർക്കാരുമായിട്ട് അദ്ദേഹത്തിന് എന്താ പ്രശ്നമുള്ളത്? എല്ലാം നമുക്ക് വളരെ ലളിതമായിട്ട് പറഞ്ഞു നോക്കാം, സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു നോക്കാം. ജസ്റ്റ് മൊത്തം കാണാൻ ശ്രമിക്കുക. ചിലർ പറയുന്നു അദ്ദേഹം ശാസ്ത്രജ്ഞനാണ്, ചിലർ പറയുന്നു പരിസ്ഥിതി പ്രവർത്തനാണെന്ന്, വേറെ ചിലർ പറയുന്നു സർക്കാരിനെ തുറന്നു വിമർശിക്കുന്ന ഒരാളാണെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹം ആരാണ്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഓരോ സമരവും ഇത്രയും ശ്രദ്ധ നേടുന്നത്? ഈ ഡൽഹി തന്നെ അദ്ദേഹം എന്തിനാണ് ഇത്ര നിരാഹാര സമരം നടത്തുന്നത്? ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. സോനം ജനിച്ചത് ലഡാക്കിലാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ സ്ഥലം, പക്ഷേ അതുപോലെ തന്നെ ഏറ്റവും കഠിനമായ സ്ഥലവും ലഡാക്ക് തന്നെയാണ്. കാലാവസ്ഥയിലുള്ള പ്രശ്നങ്ങൾ കാരണം ശൈത്യകാലത്ത് -20-30 ഡിഗ്രി വരെ താപനില താഴുന്ന സ്ഥലമാണ് ലഡാക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വെള്ളം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കൃഷി ബുദ്ധിമുട്ടാണ്, വിദ്യാഭ്യാസ സൗകര്യങ്ങളും കുറവാണ്. കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ പഠനത്തിന് വളരെയധികം ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു. കാരണം എന്ന് വെച്ചാൽ സ്കൂളിലെ പഠന ഭാഷ അദ്ദേഹത്തിൻ്റെ മാതൃഭാഷയല്ല, അത് തന്നെ സംഭവം. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ വിദ്യാഭ്യാസം വേണമെന്ന ചിന്ത അദ്ദേഹത്തിലേക്ക് വളർന്നു. പിന്നീട് അദ്ദേഹം എഞ്ചിനീയറിംഗ് പഠിച്ചു. വലിയ നഗരങ്ങളിൽ ജോലി ചെയ്യാമായിരുന്നിട്ടും അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് മടങ്ങി അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം പ്രായോഗിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്ന രീതിയിലുള്ള സ്ഥാപനം തുടങ്ങി. വിദ്യാർത്ഥികൾ പുസ്തകത്തിൽ മാത്രം ഒതുങ്ങാതെ യഥാർത്ഥ ജീവിതത്തിൽ ഉപയോഗിക്കാവുന്ന കാര്യങ്ങളും പഠിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയം. അതുകൊണ്ട് തന്നെ മോശം എന്ന് പറയുന്നത് പഠനത്തിൽ മോശമായിട്ട് നാട്ടുകാരും മറ്റും അധ്യാപകരും വിചാരിക്കുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് മിടുക്കന്മാരാക്കുക. അതായത് അദ്ദേഹം കാണിച്ച ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള നീക്കം. ഹിന്ദി സിനിമ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല കണ്ടുപിടുത്തമാണ്. ലഡാക്കിൽ ശൈത്യകാലത്ത് വെള്ളം ധാരാളം മഞ്ഞായി പാഴായി പോകും. പക്ഷേ എന്നാൽ വേനൽക്കാലമാകുമ്പോൾ കൃഷിക്ക് ആവശ്യമായ വെള്ളം കിട്ടാതെ ആവും. എന്നാൽ ആവശ്യത്തിലധികം വെള്ളം വരികയും കൃഷി സമയത്ത് വെള്ളം കിട്ടാതെ ആവുന്ന ആ ഒരു അവസ്ഥ, ഇതിന് ഒരു പരിഹാര മാർഗമാണ് അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്നത്. ഐസ് സ്തൂപ എന്ന രീതിയിലാണ് അത് അറിയപ്പെടുന്നത്. അതായത് സ്തൂപത്തിൻ്റെ രൂപത്തിൽ വെള്ളത്തെ ഐസായിട്ട് രൂപകൽപ്പന ചെയ്ത് വെക്കുകയും അതുപോലെ വേനൽക്കാലത്ത് ഈ ഒരു ഐസ് ഉരുകി വരുന്ന വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ മലിനീകരണമില്ലാത്ത നല്ല രീതിയിലുള്ള വെള്ളം ലഭിക്കുകയും അതുപയോഗിച്ച് കൃഷിയും മറ്റാവശ്യങ്ങൾക്കും ഉപയോഗിക്കുകയും ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയം. ഈ ഒരു ആശയം ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ടു. പല രാജ്യങ്ങളും ഇത് മാതൃകയാക്കാനും ഇതിനെക്കുറിച്ച് പഠിക്കാനും എല്ലാം തീരുമാനിച്ചു. അത്ര നല്ല മികച്ചൊരാശയമായിരുന്നു ഈ രീതിയിലുള്ളത്. അതുകൂടാതെ തന്നെ സൗരോർജ്ജം ഉപയോഗിച്ചുള്ള കെട്ടിടങ്ങൾ, പരിസ്ഥിതിക്ക് അനുയോജ്യമായ നിർമ്മാണ രീതികളെല്ലാം പുള്ളിയുടെ ഓരോരോ കണ്ടുപിടുത്തങ്ങളും ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം അംഗീകാരമായി ഇന്ത്യൻ സർക്കാർ അദ്ദേഹത്തിന് പത്മശ്രീ കൊടുത്ത് ആദരിക്കുകയും പിന്നീട് ഏഷ്യയിലെ ഏറ്റവും വലിയ പൊതുസേവന ബഹുമതികളൊന്നായ രാമൻ മാഗ്സസെ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം നല്ലൊരു കാര്യങ്ങൾ ചെയ്ത ഈ പുള്ളിക്കാരൻ, ഇത്രയും നല്ല കാര്യങ്ങളും നല്ല പ്രവർത്തനങ്ങളും ചെയ്ത ഒരാൾ എന്തുകൊണ്ടാണ് സമരത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നത്? അതാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. എന്താണ് സമരത്തിനിറങ്ങാൻ കാരണം? എന്താണ് കേന്ദ്ര സർക്കാരുമായിട്ടുള്ള പ്രശ്നം? എന്താണ് പുള്ളി ഇപ്പോൾ നിരാഹാരം കിടക്കാൻ ഉള്ള സാഹചര്യം? കാരണം ഇപ്പോഴും വിദ്യാർത്ഥികളുടെ ആവശ്യത്തിന് വേണ്ടിയും വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ മുൻഗണനയ്ക്ക് വേണ്ടിയും പുതിയ ജനറേഷൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിൽ കിടക്കുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഈ പ്രശ്നം എവിടം വരെ പോകും, എങ്ങനെ പോകും, ഏത് രീതിയിൽ പോകും എന്നെല്ലാം നമ്മൾ കണ്ടു തന്നെ അറിയണം. ചോദ്യപേപ്പർ ചോർന്നതിനെ സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക എന്ന ഒറ്റൊരു കാരണം നമ്മൾ മുൻകൂട്ടി പറയുന്നുണ്ട്. ചോദ്യപേപ്പർ ചോരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നങ്ങളാണ് ഇത് മൊത്തവും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയിലാണ് പുള്ളി ഇപ്പോൾ നിരാഹാര സമരത്തിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്കും വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റുവാൻ വേണ്ടിയാണ് പുള്ളി അത്രയധികം വലിയ ഒരു നിരാഹാര സമരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സപ്പോർട്ട് കൊടുക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെ ആവശ്യമാണ്. എല്ലാവർക്കും വേണ്ടിയാണ് ആ സപ്പോർട്ട് വേണ്ടത്. കേന്ദ്ര സർക്കാർ ഇതിനെ അടിച്ച് ഓടിക്കാനാണ് ശ്രമിക്കുന്നത്, അടിച്ചില്ലായ്മ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് അടുത്ത അപ്ഡേറ്റുകളിലൂടെ അറിയാൻ പറ്റും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ ഈ ഒരു സമരത്തോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. യോജിക്കുന്നവരാണെങ്കിൽ കൂടുതൽ പേരിലേക്ക് ഇതൊന്ന് എത്തിക്കാനും കൂടെ ശ്രമിക്കുക.